പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷകൾ സംബന്ധിക്കുവാൻ കർത്താവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ എളിമ കൊണ്ട് നിങ്ങൾ എല്ലാവരും നിറയട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കുട്ടികളൊക്കെ ഇതിങ്ങനെ പറയും ആമേൻ എന്ന് പറഞ്ഞാൽ റെഡി ആയിരിക്കണം കേട്ടോ. അഭിഷേകാന്തി കാണുന്ന കുട്ടികൾക്ക് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ ആത്മാവാണ് ഒരുമിച്ച് കൂട്ടുന്നത്. അങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുന്നത്. ദൈവത്തിൻ്റെ ആത്മാവാണ് എല്ലാവരും ഒരുമിച്ച് കൂട്ടുന്നത്. അതുകൊണ്ട് ഈ ഞായറാഴ്ച ദിവസം വിവിധ സ്ഥലങ്ങളിൽ, വിവിധ ദേശങ്ങൾ, വിവിധ ഭൂഖണ്ഡങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ ഒരൊറ്റ ബലിപീഠത്തിന് മുൻപിൽ കർത്താവാണ് നമ്മൾ ഒരുമിച്ച് കൂട്ടുന്നത്. നമുക്ക് പ്രത്യേകം നന്ദി പറയാം. എനിക്ക് നിങ്ങളെ കാണാനും നിങ്ങളെ സംസാരിക്കാൻ വലിയ സന്തോഷമാണ്. നിങ്ങളങ്ങനെ നല്ലൊരു പ്രതീക്ഷയോടെ ഇരിക്കുന്നു ഞാൻ ആത്മാവിൽ ദർശിക്കുകയാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട വട്ടാലിച്ചൻ്റെ ആശീർവാദവും പ്രാർത്ഥനയും സ്നേഹവും എല്ലാം നമ്മുടെ കൂടെയുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് അതിൻ്റേതായ രീതിയുണ്ട്. ദൈവത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ദൈവം തക്ക സമയത്ത് വരും, വരാനൊട്ടും വൈകുകയില്ല, നേരത്തെ ഒട്ടും വരികയുമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ജീവിതത്തിൽ ചില കാര്യങ്ങളോട് കടന്നു പോകുമ്പോൾ നമ്മൾ നല്ല പിടിച്ചു നിൽക്കണം, കാത്തിരിക്കണം, പ്രത്യാശയോടെ നിൽക്കണം, തളർന്ന് പുറകോട്ട് പോകരുത്. സങ്കീർത്തനം 18:29 നല്ല ശക്തി പകരുന്നൊരു വചനമാണ്. എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ കോട്ട ചാടിക്കിടന്നു. എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ചില പ്രതിബന്ധങ്ങളാകാം, ചില തടസ്സങ്ങളാകാം, കാത്തിരിക്കണം, എന്നിട്ട് ചാട്ടിക്കടക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഈ സാക്ഷ്യം കണ്ടപ്പോൾ ഈ വചനങ്ങളെല്ലാം എൻ്റെ മനസ്സിലേക്ക് വന്നു. ആ സാക്ഷ്യം നമുക്ക് കേൾക്കാം. എൻ്റെ പേര് ജെറീന. ഞാൻ 5 വർഷമായിട്ട് ഓസ്ട്രേലിയയിലാണ്. ഇവിടെ പാലാ കോട്ടയത്താണ് എൻ്റെ വീട്. ഞാൻ നേഴ്സാണ്. ഹൈദരാബാദിലാണ് പഠിച്ചത്. പിന്നെ ഹസ്ബൻഡിൻ്റെ കൂടെ ഞങ്ങൾ ഓസ്ട്രേലിയയിൽ 2014 പോയി. പിന്നെ അവിടെ എനിക്ക് ഓസ്ട്രേലിയൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സാകണമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ 2016 തൊട്ട് ഞാൻ ടെസ്റ്റ് എഴുതാൻ തുടങ്ങി. 11 തവണ OET എഴുതി. എല്ലാ തവണയും എനിക്ക് എല്ലാത്തിനും കിട്ടും. 4 മൊഡ്യൂളുകളിനകത്തെല്ലാം 3 എണ്ണത്തിന് എപ്പോഴും കിട്ടും. റീഡിങ് മാത്രം ഒരിക്കലും കിട്ടാറില്ല. എല്ലാ തവണയും അങ്ങനെ തന്നെയായിരുന്നു. ആദ്യമൊക്കെ ഒത്തിരി സങ്കടം വന്നു. ഞാൻ ആ സമയത്തൊക്കെ അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് തൊട്ട് ഞാൻ അഭിഷേകാഗ്നി വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞ് നേർച്ച നേർന്നിട്ടുണ്ട്. പിന്നെ 11 തവണ എഴുതിയിട്ട് കിട്ടിയില്ലാത്തതുകൊണ്ട് ഞാൻ PT എന്ന് പറഞ്ഞുകൊണ്ട് ഓസ്ട്രേലിയയുടെ തന്നെ ഒരു ടെസ്റ്റ് ഉണ്ട്. ഓസ്ട്രേലിയക്ക് മാത്രമേ അത് രജിസ്ട്രേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അത് എഴുതാൻ തുടങ്ങി. അതും ഞാൻ ഒത്തിരി തവണ എഴുതി. അങ്ങനെ ടോട്ടൽ ഞാൻ 19 തവണ എഴുതി, തോറ്റുപോയി. പറഞ്ഞ പോലെ തന്നെ PTക്കാണേലും എനിക്ക് റീഡിങ് മാത്രമേ കിട്ടാത്തതുള്ളൂ. അതും പോകുന്നത് 1, 2, 3 മാർക്കിനൊക്കെയാണ് പോകുന്നത്. അങ്ങനെ 20ാമത്തെ തവണ ഞാൻ ഭയങ്കര വിഷമമായിരുന്നു. എന്നാലും ഞാൻ അഭിഷേകാഗ്നി ആ തവണയും ഞാൻ കണ്ടു, പ്രാർത്ഥിച്ചു. ഞാൻ സാക്ഷ്യപ്പെടുത്തിയേക്കാന്ന് നേർന്ന് ഞാൻ പരീക്ഷയ്ക്ക് പോയി. പരീക്ഷയ്ക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് അത് മുഴുവൻ കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റാണ്. അപ്പം പരീക്ഷയ്ക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് ഇവരെ കാണിക്കണമെന്നുണ്ട്. അപ്പം ഒരു മാസം ആയിട്ട് ഞാൻ ഈ ബിനോയ് അച്ഛൻ്റെ വാട്സപ്പിൽ എനിക്കൊരു എല്ലാ ദിവസവും ഒരു മെസ്സേജ് കിട്ടുന്നുണ്ട്. ഒരു 2.5 മിനിറ്റിൻ്റെ ഒരു മെസ്സേജാണ്. ഞാനത് എല്ലാ ദിവസവും കാണുന്നുണ്ടായിരുന്നു. അപ്പം പരീക്ഷയ്ക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് അന്നത്തെ മെസ്സേജ് ഞാനിങ്ങനെ റെസ്റ്റ് റൂമിൽ പോയി ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം അന്നത്തെ ദിവസത്തെ മെസ്സേജ് അതിനകത്ത് പറഞ്ഞത് നമ്മുടെ സമയമല്ല, ദൈവത്തിൻ്റെ സമയമാണ്. അതിനാൽ നമ്മൾ ക്ഷമയോടെ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം എന്നുള്ളൊരു ഉള്ളടക്കമായിരുന്നു അതിൻ്റെ. അങ്ങനെ അത് കേട്ട് ഈ തവണ എന്താവും, ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് വിചാരിച്ച് ഞാൻ പരീക്ഷ എഴുതി.
അന്ന് ഞാൻ പരീക്ഷ എഴുതിയപ്പോൾ ഞാൻ തീരുമാനിച്ചായിരുന്നു ഞാൻ എന്താണേലും സാക്ഷ്യപ്പെടുത്തുമെന്ന് തീരുമാനിച്ചു. അതുകൂടാതെ റിസൾട്ട് വരുന്നോടം വരെ ഞാൻ ഒന്നും കഴിക്കില്ല, ഞാൻ ഉപവാസമായിട്ട് റിസൾട്ട് വരുന്നോടം വരെ എപ്പോഴാണോ റിസൾട്ട് വരുന്നത് അതുവരെ കഴിക്കില്ല എന്ന് ഞാൻ നേർച്ച തന്നു. 11 മണിയായപ്പോൾ എക്സാം കഴിഞ്ഞു. അന്ന് രാത്രി 11:30 റിസൾട്ട് വന്നു. 20ാമത്തെ തവണ എനിക്ക് കിട്ടി, എക്സാം പാസ്സായി. 20ാമത്തെ തവണ ഉണ്ടോ? 11 തവണ OAT, ബാക്കി 8-9 പ്രാവശ്യം PTA എന്ന് പറയുന്ന പരീക്ഷ. അത് എഴുതി അവസാനം ഒരു വചനം, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. ബിനോയിച്ചിൻ്റെ ഒരു ചെറിയ ടോക്ക് നിങ്ങൾക്ക് അത് ഫേസ്ബുക്കിലൂടെ കിട്ടും. അത് നിങ്ങൾ നോക്കി എല്ലാവരും കണ്ട് പ്രാർത്ഥിക്കുക, കേൾക്കുക, അല്ലേ? കുറച്ച് സമയമുള്ളൂ. സഹോദരി അത് കേട്ട് പ്രാർത്ഥിച്ച് വിശ്വസിച്ച് പോയി. പിന്നെ ഉപവസിച്ചും കുറേ പ്രാർത്ഥനകൾ ഈശോയെ സമർപ്പിച്ചു. കർത്താവ് അത്ഭുതം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കുക. സങ്കീർത്തനം 27 പറയുന്നത് പോലെ കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക, ദുർബലനാകരുത്, ധൈര്യം അവലംബിക്കുക, കർത്താവിന് വേണ്ടി കാത്തിരിക്കുക. എത്രയോ വചനങ്ങൾ ക്ഷമാപൂർവ്വം കർത്താവിനെ കാത്തിരിക്കുക. കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചിട്ട് ആരാണ് ഭഗ്നാശനായി പോയിട്ടുള്ളത്? ഹല്ലേലൂയ. ഹല്ലേലൂയ. സഹോദരൻ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കാൻ ഒരു സമയമുണ്ട്, ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കാൻ ഒരു സ്ഥലമുണ്ട്, ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി ചില ശുശ്രൂഷകൾ ദൈവം കരുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്നെ ശരിക്കും ഈ ചേച്ചിക്ക് ഒരു അനുഗ്രഹം കിട്ടി, അത് ഉറപ്പ് ദൈവം കൊടുത്തോ. അതിനേക്കാൾ എന്നെ സ്പർശിച്ചത് ഈ 20 പ്രാവശ്യം എഴുതിയിട്ടും വിശ്വാസം പോകാതെ പ്രാർത്ഥനയിൽ ശരണപ്പെട്ട് പ്രത്യാശയിട്ട് പിടിച്ചൊന്നുമില്ല. അതല്ലേ കാര്യം. ഞാൻ കണ്ടിട്ടുണ്ട് പല ആൾക്കാരെയും ഒരു എക്സാം എഴുതി അല്ലെങ്കിൽ 2 എഴുതി പ്രാർത്ഥിച്ചു, നേർച്ച അറിഞ്ഞ് കിട്ടിയില്ല. ഇനി പ്രാർത്ഥനയും വേണ്ട, വചനവും വേണ്ട, അഭിഷേകത്തിനും വേണ്ട, വാട്സപ്പ് ടോക്കും വേണ്ട, ഒന്നും വേണ്ട, പ്രാർത്ഥനയും വേണ്ട, കുർബാന, എന്തൊരവസ്ഥയാണ് ചിന്തിച്ച് നോക്ക്. അതുകൊണ്ട് ഇങ്ങനത്തുള്ള സാക്ഷ്യങ്ങളും വചനങ്ങളും കർത്താവ് തരുന്നത് നമ്മൾ പ്രത്യാശയോടെ നല്ല ഉറച്ചു നിൽക്കണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നിരാശപ്പെട്ട് പോകരുത്, പുറകോട്ട് പോകരുത്, ദൈവത്തെ വേണ്ടി കാത്തിരിക്കണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കാതെ വിടിയല്ല. ദൈവം ഒരു സമയം തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. ചില ശുശ്രൂഷകൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ചേച്ചി നോക്കി, ചെറിയ വാട്സപ്പ് ടോക്ക് എന്ന് പറഞ്ഞാൽ ആകെ 2 മിനിറ്റേ ഉള്ളൂ. അത് ആ സമയത്ത് ചേച്ചിക്ക് ദൈവം കൊടുത്ത് അത് അനുഗ്രഹിച്ച് ഒരു പ്രത്യേക ഓരോ രീതിയാണ് ദൈവത്തിൻ്റെത്. പിന്നെ ചേച്ചിയുടെ പരിഹാരങ്ങൾ, പ്രാർത്ഥനകൾ, ഇതെല്ലാം ദൈവം പറയുന്നത് നമ്മൾ ഇതിലൂടെ എല്ലാം കയറി മുന്നോട്ട് വരാൻ വേണ്ടി, പുറകോട്ട് പോകരുത്, മുന്നോട്ട് വരണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സംസാരിച്ച് പറഞ്ഞാൽ വാട്സപ്പ് ടോക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഫേസ്ബുക്കിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വേണമെങ്കിൽ അയച്ചു തരാം. നിങ്ങൾ കുറവിലങ്ങാടുള്ള PDMൻ്റെ പ്രീച്ചേഴ്സ് ഡിവൈൻമേഴ്സർ ഓഫീസിലോ അല്ലെങ്കിൽ സെഹിയോ ധ്യാന കേന്ദ്രത്തിലോ അല്ല അഭിഷേക സിസ്റ്റേഴ്സിൻ്റെ നമ്പറിലോ ഒക്കെ നിങ്ങൾ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ നമ്പറൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് തരാം കേട്ടോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നന്നായിട്ട് അങ്ങ് പ്രാർത്ഥിക്കാം. ഓ കർത്താവായ ദൈവമേ, അവിടെ ഞങ്ങളെ കരുതുന്നവനാണല്ലോ, അവിടെ ഞങ്ങളെ താങ്ങുന്നവനാണല്ലോ, ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. ഞങ്ങളുടെ സഹായകനാണല്ലോ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് പലപ്പോഴും പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ പെട്ടെന്ന് നിരാശയ്ക്ക് അടിമപ്പെട്ടു പോവുകയാണ്. ദൈവമേ, പഴയ നിയമത്തിൽ ഇസ്രായേലിനെ മരുഭൂമിയിൽ അങ്ങ് തണലായി താങ്ങിയതുപോലെ കർത്താവ് ഞങ്ങളെ താങ്ങണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. ദൈവമേ, പലപ്പോഴും വിശ്വാസം ഉറങ്ങിട്ട് പോയി, പ്രത്യാശ ഒരു പ്രത്യേക അവസ്ഥയിൽ മന്ദീഭവിച്ചിരിക്കുകയാണ്. ദൈവം ഞങ്ങളുടെ ഹൃദയത്തെ ഉച്ചലിപ്പിക്കണം, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അഗ്നിയിറങ്ങി ഉറകൂട്ടണമേ പരിശുദ്ധാത്മാവേ, അഗ്നിയിറങ്ങി ഉരുക്കി വാർക്കും പരിശുദ്ധാത്മാവേ, കൈകളടിച്ച് അഗ്നിയിറങ്ങി ഉറകൂട്ടണമേ പരിശുദ്ധാത്മാവേ, അഗ്നിയിറങ്ങി ഉരുക്കി വാർക്കും പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, അഭിഷേകം നീ പകരൂ പരിശുദ്ധാത്മാവേ, വരദാനങ്ങൾ നൽകൂ പരിശുദ്ധാത്മാവേ. അഭിഷേകം നീ പകരൂ പരിശുദ്ധാത്മാവേ, വരദാനങ്ങൾ നൽകൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. കരങ്ങൾ താഴ്ത്തി അടിച്ച് ഓരോരുത്തരെ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ കൈപിടിയരുത്, ഞങ്ങളെ കൈപിടിച്ച് നടത്തണം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സഹായകനായ പരിശുദ്ധാത്മാവേ, ലോകാന്ത്യം വരെ എന്ന് നിങ്ങളുടെ കൂടി ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ് സഹായകനായ ആശ്വാസദായകനായ നയിക്കുകയും പരിപാലനം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് നൽകുന്നതിന് ഓർത്ത് മഹത്വപ്പെടുത്തുന്നു. ഓ പരിശുദ്ധാത്മാവേ, 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 ഇസ്രായേൽ മരുഭൂമിയിൽ ഫലനായി നീക്കിയതുപോലെ ആത്മാവേ, ഞങ്ങളെ പിടിച്ചു നിൽക്കാൻ കൃപ നൽകണമേ. താനായി മാറിയ പരിശുദ്ധാത്മാവേ,
ജീവിതമരുവിൽ എന്നെ നയിക്കും പരിശുദ്ധാത്മാവേ. ഇസ്രായേലിന്റെ തണലായി മാറിയ പരിശുദ്ധാത്മാവേ, ജീവിതമരുവിൽ എന്നെ നയിക്കും പരിശുദ്ധാത്മാവേ. ജീവജലം നീ പകരൂ പരിശുദ്ധാത്മാവേ, തളരാതെന്നെ നടത്തൂ പരിശുദ്ധാത്മാവേ. ജീവജലം നീ പകരൂ പരിശുദ്ധാത്മാവേ, തളരാതെന്നെ നടത്തൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല 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 ഹല. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ വചനത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ കുരിശിന്റെ അടയാളത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ തിരുരത്വത്തിന് അത്ഭുതകരമായ ശക്തിയാൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യാമരത്തിന് അമലോത്ഭവത്തിന് യോഗ്യതയാൽ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോസേഫ് പിതാവിന്റെ പ്രത്യേക മാധ്യസ്ഥത്താൽ പ്രാർത്ഥിക്കുന്നു. മുഖ്യതോന്നന്മാരുടെ പ്രത്യേക മാധ്യസ്ഥ ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ കൽപ്പിക്കുന്നു. കർത്താവേ, മനസ്സും മരവിച്ച് നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് കർത്താവേ മന്ദീഭവിച്ചിരിക്കുന്നവരോട് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, നീ ഉണർവ് പ്രാപിക്കുക. ആരാധന, 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 ആരാധന. അല്ലയോ സിയോൻ പുത്രി, നീ പൊടിയിൽ നിന്ന് ചാരുന്ന് തട്ടിക്കൊടുത്ത് എഴുന്നേൽക്കുക. ആരാധന, 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 ആരാധന. നിരാശ മാറട്ടെ, പ്രത്യാശ നിറയട്ടെ, ദുഃഖം മാറട്ടെ, സന്തോഷം നിറയട്ടെ. ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കൃപ നിറയട്ടെ, ശക്തി നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ആരാധന, 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 ആരാധന. ഭയപ്പെട്ടിരിക്കുന്നവരോട് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, നീ ധൈര്യം അവലംബിക്കുക. ആരാധന, 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 ആരാധന. അനേകരുടെ ഈശോ തൊട്ടുന്നു, അനേകരുടെ ജീവിതത്തെ ഈശോ സ്പർശിക്കുന്നു. ആരാധന, ആരാധന, Praise the Lord. Praise the Lord. Hallelujah. Hallelujah. കർത്താവ് നല്ല കൃപ ചൊരിയുന്നുണ്ട്. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഭാവി നന്മയ്ക്കു വേണ്ടി ഇന്ന് സംഭരിക്കുക. ഹല്ലേലൂയ. Hallelujah. Praise the Lord. Praise the Lord. പ്രഭാഷകന്റെ പുസ്തകത്തിൽ എറുമ്പിൻ്റെ പ്രവൃത്തി കണ്ട് നമുക്ക് വിവേകം മുളയ്ക്കണമെന്നൊക്കെ ബൈബിളിൽ വചനമുണ്ട്. അത് വേനൽക്കാലത്ത് മഴക്കാലത്ത് അതിനൊക്കെ വേണ്ടത് സംഭരിച്ച് വയ്ക്കുന്നതിനെക്കുറിച്ചൊക്കെ മനോഹരമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ ജീവിതത്തിൽ ഓവറായിട്ട് പല കാര്യങ്ങളും സംഭരിച്ച് വെച്ച ബോഷനായ ധനികരായി തീരരുതെന്ന് പുതിയ നിയമം പഠിപ്പിക്കുന്നുണ്ട്. അതേസമയം പഴയ നിയമത്തിൽ പൂർവ്വ യോസേപ്പ് വളരെ മുൻകരുതലോടുകൂടി ചില കാര്യങ്ങൾ സംഭവിച്ചത് ദൈവജനത്തിന് വലിയ അനുഗ്രഹമായതിനെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ ഒരു മനോഹരമായ വചനം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു കോറായിട്ടുള്ള ഒരു വചനമാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 33-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 16 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളാണ്. ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 33 വേഴ്സ് 16 to 18. വചനം നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ഉറക്കെ വായിക്കുന്നത് നല്ലതാണ്. അപ്പോൾ മുറിയിലോ നമ്മളായിരിക്കുന്ന എവിടെയാണോ അവിടെ എല്ലാം വലിയൊരു അഭിഷേകം വ്യാപരിക്കും. വചനത്തിൻ്റെ ആ സ്വരം കേൾക്കുമ്പോൾ തന്നെ വലിയൊരു കൃപയാണ്. കുട്ടികളൊക്കെ ചെയ്യാൻ നല്ല ഉച്ചത്തിൽ നമുക്ക് വായിക്കാം. ഒടുവിലാണ് ഞാൻ ഉണർന്നത്, കാലാ പിറക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്കു നിറച്ചു. എനിക്ക് വേണ്ടി മാത്രമല്ല, ഉപദേശം ആരായുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ അധ്വാനിച്ചത്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. വളരെ മനോഹരമായ വചനമാണ്. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. ബൈബിളിൽ ഒടുവിൽ ഉണരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഏറ്റവും അവസാനം ഒരു ബോധ്യം കിട്ടുന്ന, തിരിച്ചറിവ് കിട്ടുന്ന വ്യക്തിയാണ് ഒടുവിൽ ഉണരുന്നവൻ. അങ്ങനെ ഒടുവിലാണ് ഉണർന്നത്.
അങ്ങനെ ഉണർന്നെഴുന്നേറ്റ് ചുറ്റും നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്താ? കാല പെറുക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും പുറകിലായി. കാല പെറുക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ആരാണ് നമുക്കറിയാം. മുന്തിരിയുടെ ഗോതമ്പിൻ്റെ കൊയ്ത്ത് കഴിഞ്ഞ് അവശേഷിക്കുന്നത് പെറുക്കിയെടുത്ത് ഉപജീവനം കഴിക്കുന്ന വ്യക്തിയാണ് കാല പെറുക്കുന്നവൻ. അപ്പൊ കാല പെറുക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ബൈബിളിൽ പരാജയപ്പെട്ടവന്റെ പ്രതീകമാണ്, ഒന്നുമില്ലാത്തവന്റെ പ്രതീകമാണ്, തകർന്നവന്റെ പ്രതീകമാണ്. അവന് യജമാനൻ എന്തെങ്കിലും കൊയ്ത്തോ വിളവെടുപ്പോ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ അവശേഷിപ്പിച്ച് ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് പെറുക്കി എടുത്തിട്ട് അവൻ അന്ന് അന്നം കഴിക്കാനുള്ളൂ, അവൻ്റെ കുടുംബത്തിന് കൊടുക്കാൻ വേറൊന്നുമില്ല. അതാണ് കാലാ പെറുക്കുന്നവൻ, പരാജയപ്പെട്ടവൻ. എന്നിട്ടോ അവരുടെ കൂട്ടത്തിലും ഏറ്റവും പുറകിലായിപ്പോയി എന്ന് പറഞ്ഞാൽ, കാലാ പെറുക്കിക്കൊണ്ടിരുന്നവരുടെ കൂട്ടത്തിൽ പുറകിലായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? പരാജിതരുടെ കൂട്ടത്തിൽ പരാജയപ്പെടും. ലാസ്റ്റ് വൺ, ഏറ്റവും പുറകിലായിപ്പോയി. എന്നാൽ എന്താ സംഭവിച്ചത്? കർത്താവിൻ്റെ ഒരു അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. ഓൺലി ബിക്കോസ് ഓഫ് ദ ബ്ലെസ്സിങ് ഓഫ് കർത്താവിൻ്റെ ഒരു ബ്ലെസ്സിങ്, ഒരു ആശീർവാദം, ഒരു അനുഗ്രഹം, ഒരു കൃപ അങ്ങ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും മുൻപന്തിയിലെത്തി. അപ്പം അതിൻ്റെ അർത്ഥം ഏറ്റവും പുറകെ നിൽക്കുന്നവനെ മുൻപന്തിയിലെത്തിക്കുന്നതാണ് ആശീർവാദം, ഒരു അനുഗ്രഹം, ഒരു കൃപ. മുൻപന്തിയിലെത്തി. അതല്ലേ എത്രയോ പേരുടെ സാക്ഷ്യങ്ങളാണ് എൻ്റെ സഹോദരങ്ങളെ കേൾക്കുന്നത്. എന്നിട്ട് വചനം വെളിപ്പെടുത്തുക. നിങ്ങളെ വചനത്തിലേക്ക് നോക്കിയേ. മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ഞാൻ ചക്ക നിറച്ചു. എന്നിട്ട് ഇനി ഒരു ചെറിയ പ്രശ്നമുണ്ട്. അടുത്ത വചനം, എനിക്ക് വേണ്ടി മാത്രമല്ല ഉപദേശം ആരായുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ അധ്വാനിച്ചത്. എനിക്ക് വേണ്ടി മാത്രമല്ല, ഉപദേശം ആരായുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ അധ്വാനിച്ചത് എന്ന് പറയുമ്പോൾ നോക്ക് സഹോദരങ്ങളെ, പെറുക്കി എടുക്കുന്ന സംഗതി മുന്തിരിയാണോ? അല്ല. ഇത് മുന്തിരി പെറുക്കുന്നവനെ കുറിച്ചല്ല വചനം. അതൊരു ഉദാഹരണം പോലെ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ കുറിച്ച്, കാല പെറുക്കുന്നവനെ കുറിച്ച് എല്ലാം പറഞ്ഞു വെച്ചിട്ട് വേറെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് പ്രഭാഷകൻ ഇത് പറയുന്നത്. എനിക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ ഞാൻ ഈ പെറുക്കി കൂട്ടിക്കൊണ്ടിരുന്നത്, പിന്നെയോ ഉപദേശം ആരായുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഈ പെറുക്കി കൂട്ടിക്കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പെറുക്കിയെടുക്കുന്നത് മുന്തിരി അല്ല, വേറെ എന്തോ പെറുക്കുന്ന വ്യക്തിയെക്കുറിച്ചാണ്. അത് എന്ത് പെറുക്കുന്ന വ്യക്തിയെക്കുറിച്ചാണെന്ന് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. എന്താ പെറുക്കുന്ന വ്യക്തിയെക്കുറിച്ചാ? വചനം ഭക്ഷിക്കുന്ന, വചനം പെറുക്കുന്ന, വചനം നിറയ്ക്കുന്ന, വചനം സംഭരിക്കുന്ന ദൈവ പൈതലിനെ കുറിച്ചാണ് ഈ വചനം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതാണ്. വചനത്തെക്കുറിച്ചൊരു ബോധ്യം കിട്ടിയപ്പോൾ സമയം കുറച്ച് താമസിച്ചു പോയി. അപ്പോൾ വചനത്തിൻ്റെ കാര്യത്തിൽ കാലാ പിറക്കുന്നവനേക്കാളും കഷ്ടമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വചനം കാര്യമായിട്ടൊന്നും അറിയത്തില്ല. അതാണ് സ്ഥിതി. എന്നാൽ കർത്താവിനൊരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ മുൻപതിലെത്തി. എന്നിട്ട് ചക്കിലേക്ക്, ഹൃദയത്തിലേക്ക് ധാരാളം വചനം നിറച്ചു. എന്നിട്ട് പറയുക, ഈ വചനം ഞാൻ നിറച്ചത് എനിക്ക് വേണ്ടി മാത്രമല്ല, പിന്നെയോ ഭാവിയിൽ എൻ്റെ അടുക്കലേക്ക് ഉപദേശം തേടി വരാനിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി കൂടിയാണ് ഞാൻ വചനം നിറച്ചത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ സഹോദരങ്ങൾ, ഇത് വളരെ സത്യമാണ്. അതാണ് ഞാൻ പറയുന്നത്. ഭാവിക്ക് വേണ്ടി അല്ലെങ്കിൽ ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഇന്ന് ധാരാളം വചനം നിറയ്ക്കണം. ഇന്ന് നമുക്കറിയാം, മക്കൾക്ക് വേണ്ടി, ഭാവി തലമുറയ്ക്ക് വേണ്ടി ഒരുപാട് സാമ്പത്തിക കാര്യങ്ങളൊക്കെ നമ്മൾ ക്രമപ്പെടുത്തും, അല്ലേ? പിള്ളേർക്ക് വേണ്ടി വീതം വെച്ച് കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തും. അങ്ങനെ അതിനു വേണ്ടി സംഭരിക്കും, അതിനു വേണ്ടി കാര്യങ്ങൾ ചെയ്യും. സ്ഥലം മേടിച്ചിടും, എസ്റ്റേറ്റ് മേടിച്ചിടും, വീടുകൾ പണിതിടും, ഫ്ലാറ്റ് എടുത്തിടും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. നല്ല കാര്യം, സമ്പത്തും ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എൻ്റെ സഹോദരങ്ങളെ, ഭാവി തലമുറയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മരുമക്കൾക്ക് വേണ്ടി, പേരക്കിടാങ്ങൾക്ക് വേണ്ടി, നമ്മുടെ അടുത്തേക്ക് ഭാവിയിൽ വരാനിരിക്കുന്നവർക്ക് വേണ്ടി, കണ്ടുമുട്ടാനിരിക്കുന്നവർക്ക് വേണ്ടി, നമ്മൾ എവിടെയൊക്കെ പോകുന്ന ആ സ്ഥലങ്ങളിലെ ആൾക്കാർക്ക് വേണ്ടി ഇന്നേ നീ വചനം നിറയ്ക്കണം, വചനം സംഭരിക്കണം, വചനം നിറച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ ഒരു വചനം കൊണ്ട് പഠിച്ചാൽ ഇറ്റ് വിൽ ബി മോർ ക്ലിയർ. നിങ്ങൾക്ക് അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 24-ാമത്തെ അധ്യായത്തിൻ്റെ 33-34 തിരുവചനങ്ങളാണ്. ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 24 വേഴ്സ് 33 and 34. ഒച്ചത്തിൽ വായിക്കാവോ? ഞാൻ ഇനിയും എൻ്റെ പ്രബോധനങ്ങൾ പ്രവചനം പോലെ ചൊരിയുകയും ഭാവി തലമുറകൾക്ക് നൽകുകയും ചെയ്യും. ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല
ഉപദേശം തേടുന്ന എല്ലാവർക്കും വേണ്ടിയാണ് അധ്വാനിച്ചതെന്ന് അറിയുക. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അപ്പൊ ഞാൻ വലിയ പ്രബോധനങ്ങൾ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് നൽകും. ഞാൻ അധ്വാനിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, പിന്നെയോ ഞാൻ എൻ്റെ കുടുംബം അനുഗ്രഹം പ്രാപിക്കണം, എൻ്റെ ബിസിനസ് അനുഗ്രഹം പ്രാപിക്കണം, എൻ്റെ ജോലി അനുഗ്രഹം പ്രാപിക്കണം, എൻ്റെ തടസ്സങ്ങൾ നീങ്ങണം, എനിക്ക് കൂടുതൽ വിശുദ്ധി വരണം, എനിക്ക് കൂടുതൽ കൃപയിൽ ഉയർച്ച ഉണ്ടാകണം. അങ്ങനെയുള്ള നമ്മൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല വചനം നിറയ്ക്കുന്നത്, മറിച്ച് ഭാവിയിൽ നീ ഉപദേശം കൊടുക്കണ്ട, നീ കൈപിടിച്ച് നടത്തണ്ട, നമ്മൾ താങ്ങി നടത്തണ്ട, നമ്മുടെ ഉപദേശം വഴി രക്ഷപ്പെടേണ്ട അനേക ആത്മാക്കളെ മുൻകൂട്ടി കണ്ട് ദൈവം ഭാവിയിൽ നമ്മുടെ അടുത്തേക്ക് അയക്കാനിരിക്കുന്ന ആൾക്കാരെ മുൻകൂട്ടി കണ്ട് ഇന്നേ വചനം നിറയ്ക്കണം. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഇതെൻ്റെ ലൈഫിൻ്റെ ഒരു കോറായിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ വളരെ വൈദികരുടെ അല്ലെങ്കിൽ ചില സിസ്റ്റർമാരുടെ ധ്യാനത്തിലൊക്കെ ഞാനത് ഷെയർ ചെയ്തോളൂ. 1-2 കൺവെൻഷനൊക്കെ പറഞ്ഞുകൊണ്ടെന്ന് എൻ്റെ ഓർമ്മ, അത് വളരെ ചുരുക്കി ഞാൻ പറഞ്ഞോളൂ. ഇതെനിക്ക് അതുപോലെ എനിക്കൊരു ബോധ്യമുള്ളൊരു കാര്യമാണ്. ഞാനൊരു സംഭവം പറഞ്ഞാൽ നിങ്ങൾക്കത് വളരെ ക്ലിയർ ആവും. ഞാൻ ഓർക്കാണ്, ഞാൻ കോട്ടയം വടവാതൂർ സെമിനാരിയിലാണ് ഫിലോസഫി തിയോളജിയൊക്കെ പഠിക്കുന്നത്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കങ്ങനെ വചനം പഠിക്കാനായിട്ടുള്ള വലിയൊരു ആഗ്രഹം. അത് ഞാൻ വേറെ ഏതൊരു എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ദിവസം യോഹന്നാൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം ഇങ്ങനെ വായിച്ച് ധ്യാനിക്കുക. യോഹന്നാൻ്റെ ശേഷം 5-ാമത്തെ അധ്യായത്തിലെ പ്രതിപാദന വിഷയം നിങ്ങൾക്കറിയാം. അതായത് കുളക്കരയിൽ കിടന്ന തറവാട് രോഗി, അവന് കർത്താവ് സൗഖ്യം കൊടുക്കുന്നു. പക്ഷേ സൗഖ്യത്തിൽ മതി പറഞ്ഞ് അവൻ കർത്താവിനെ പെട്ടെന്ന് തിരിച്ചറിയുന്നില്ല. അപ്പോൾ ഇത് വായിച്ചപ്പോൾ എന്നെ ഭയങ്കര ടച്ച് ചെയ്തു. ദൈവമേ, അനുഗ്രഹം കിട്ടിയിട്ട് അനുഗ്രഹത്തിൽ മതി മറന്ന് ദൈവത്തെ മറക്കുക, അത് ഭയങ്കര ടച്ച് ചെയ്തു. അപ്പം ഞാനൊരു പേപ്പർ എടുത്ത് ഇങ്ങനെ എഴുതി വെച്ചു, അനുഗ്രഹങ്ങളിൽ മതി മറന്ന് ദൈവത്തെ മറക്കരുത്, ഒരു തലക്കെട്ട് എഴുതി. എന്നിട്ട് ഈ വചനം എഴുതി വെച്ചു. ഈ വചനത്തെ ഞാൻ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ അതുവരെയുള്ള സെമിനാരി കാലത്ത് അതുവരെയുള്ള ജീവിതം പരിശോധിക്കുമ്പോൾ ഞാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടും ചിലതൊക്കെ കർത്താവ് അതിനകത്ത് മതി മറന്ന് ഇത് തന്ന ദൈവത്തെ മറന്നു പോയ ചില സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഓർമ്മയിൽ വന്നു. അപ്പോൾ ഞാനത് ശരിക്കും ദൈവമേ അത് കുമ്പസാരിക്കണമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അന്ന് പിറ്റേ ദിവസം രാവിലെ പോയി കുമ്പസാരിച്ചൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും 2-ാമത്തെ ദിവസം ഈ വചനഭാഗം തന്നെ വായിച്ചു കഴിഞ്ഞപ്പോൾ യോഹന്നാന് ശേഷം 9-ാമത്തെ അധ്യായത്തിൽ ഒരു അന്ധനായ യാചകനുണ്ട് അല്ലേ, അനുഗ്രഹങ്ങളൊക്കെ കിട്ടി മതി മറന്ന് ദൈവത്തെ മറന്നുപോയി. പഴയ നിയമത്തിലെ സാവൂൾ രാജാവ് ഇതേപോലെയാണ്, അനുഗ്രഹം കിട്ടി അനുഗ്രഹത്തിലെല്ലാം മതി മറന്ന് തന്ന കർത്താവിനെ മറന്നു. അങ്ങനെ ഒരു വചനമുണ്ട് നിയമാവർത്തന പുസ്തകത്തിലെ, നിങ്ങൾക്കിതെല്ലാം ചെയ്തു തന്ന കർത്താവിനെ നിങ്ങൾ മറന്നു, അങ്ങനെ വചനമുണ്ട്. അപ്പോൾ ഞാനിതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിച്ചു, ധ്യാനിച്ചു, പ്രാർത്ഥിച്ചു, ചില തീരുമാനങ്ങൾ എടുത്തു, ഞാൻ അനുദപിച്ചു, കുമ്പസാരിച്ചു. ചില അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്നുള്ളത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചില അനുഭവങ്ങളൊക്കെ ഞാനിങ്ങനെ ചുമ്മാ കുറിച്ച് വെച്ചു. അങ്ങനെ കുറിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ക്ലാസ് എടുക്കാൻ പാകത്തിൻ്റെ ഒരു മാറ്ററായിട്ട് ഇത് രൂപാന്തരപ്പെട്ടു. അപ്പോൾ ഫിലോസഫി ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് അവധിക്ക് പോവാം. അങ്ങനെ അവധിക്ക് പോകുന്ന സമയത്ത് സാധാരണഗതിയിൽ ഇടവകളിലെ വിശ്വാസോത്സവം, ഇൻറ്റൻസീവ് കാറ്റഗിസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ബ്രദേഴ്സ് നടത്തുന്ന പല പരിപാടികളൊക്കെ ഉണ്ട് രൂപതയിൽ നിന്ന്. അപ്പോൾ അതിനൊക്കെ വല്ലപ്പോഴും ഇങ്ങനെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഇനി ആരെങ്കിലും ധ്യാനിപ്പിക്കാനെങ്ങാനും വിളിച്ചാൽ ഇതൊക്കെ പറയാൻ പറ്റുന്ന കാര്യമൊക്കെ ആണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ പേപ്പർ എടുത്തുകൊണ്ട് പോകുന്നു. പക്ഷേ ആ വർഷങ്ങളിൽ എനിക്കങ്ങനെ ധ്യാനിപ്പിക്കാൻ പോകേണ്ട സാഹചര്യങ്ങളൊന്നും വന്നില്ല. 2-ാം വർഷം ഫിലോസഫി പഠന സമയത്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതെടുത്തുകൊണ്ട് പോയി, പക്ഷേ പ്രത്യേകിച്ച് അന്ന് ഉപകാരപ്പെട്ടുന്നില്ല. അങ്ങനെ 3-ാം വർഷം ഫിലോസഫി പഠനം കഴിഞ്ഞ് ഇനി റീജൻസിയാണ്, അതിനുശേഷം ഉടുപ്പടിയില്ല, പിന്നെ തിയോളജി പഠിക്കണം. അങ്ങനെ റീജൻസിക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരുണയാൽ ദൈവം എന്നെ നിയോഗിച്ച് അട്ടപ്പാടി സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാരിച്ചൻ്റെ കൂടിയായിരുന്നു. എൻ്റെ ജീവിതത്തിലെ വളരെ അനുഗ്രഹപ്രദമായൊരു കാലഘട്ടം, ദൈവം തന്ന വലിയൊരു ബ്ലെസ്സിങ് ആണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുക. അങ്ങനെ ഇവിടെ വന്നപ്പോൾ വട്ടാരിച്ചനോട് പറഞ്ഞു, ബ്രദർ ആദ്യത്തെ ഒരാഴ്ചക്കാലം ഈ താമസിച്ചുള്ള ധ്യാനമൊക്കെ എങ്ങനെ നടത്തുന്നെന്ന് കണ്ടുപഠിക്കുക. ഈ ഒരാഴ്ച പ്രത്യേകിച്ച് ദൗത്യങ്ങളൊന്നുമില്ല, എല്ലാം നോക്കി കണ്ട് പഠിക്കുക. അപ്പം എനിക്ക് നല്ല സന്തോഷമാണ്. ഞായറാഴ്ച ധ്യാനം തുടങ്ങും, ഞാനിങ്ങനെ കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങി വന്നു. അപ്പോൾ വട്ടാലച്ചൻ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം ബ്രദർ, ഇന്ന് ഇവിടെ നിന്ന് കണ്ടുപഠിക്കേണ്ട, എൻ്റെ കൂടെ മംഗള, പാലക്കാട് ഇതിൻ്റെ പള്ളിയാണ് മംഗള പള്ളിയിൽ ഒരു ഇടവക ധ്യാനത്തിന് പോരെ, അവിടെ വന്നിട്ട് പ്രത്യേകിച്ച് ഈ ഒരാഴ്ച ഫ്രീ ആണ്, ഒരു ഇടവക ധ്യാനം എങ്ങനെയാണ് നടത്തുന്നത് എന്ന് കണ്ടുപഠിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഏതായാലും എൻ്റെ സഹോദരങ്ങളെ, അപ്പോൾ സോജി ഓലിക്കടച്ചൻ അന്ന് സെഹിയോനിൽ താമസമുള്ള ധ്യാനം നടത്തും. വട്ടാച്ചൻ്റെ കൂടെ ഞാൻ മംഗള പള്ളിയിലേക്ക് പോയി. അങ്ങനെ മംഗള പള്ളിയിൽ ചെന്ന് സാധാരണ വിശുദ്ധ കുർബാന അച്ഛനെ അർപ്പിച്ചു. അതിനുശേഷം സ്വാഭാവികമായിട്ട് അച്ഛനാണ് ക്ലാസ്സിന് കയറേണ്ടത്. അപ്പോൾ ഞാൻ അതിനു മുമ്പ് പാട്ടൊക്കെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്നെല്ലാം നോക്കി ഇങ്ങനെ കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ക്ലാസ്സിന് സമയമായി. എന്നിട്ട് അച്ഛൻ ഇങ്ങനെ കയറി വരുന്നില്ല. ക്ലാസ് തുടങ്ങേണ്ട സമയമായപ്പോഴത്തേക്ക് അച്ഛൻ പെട്ടെന്ന് തന്നെ കയറി വന്നിട്ട് എന്നോട് ഇങ്ങനെ പെട്ടെന്ന് തോണ്ടിച്ച് പറഞ്ഞു, ബ്രദർ ഇവിടെ നിന്ന് കണ്ടു പഠിക്കണം, നല്ല ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത്, ആദ്യത്തെ ക്ലാസ് ബ്രദർ എടുക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് പറഞ്ഞു.
അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വട്ടാച്ചനോട് തമാശ പറയുന്നതായിട്ടാണ് തോന്നി. കാരണം വട്ടാലച്ചൻ്റെ ഒരു ധ്യാനം പ്രതീക്ഷിച്ച ആൾക്കാരിരിക്കുമ്പോൾ എന്നെപ്പോലെ അങ്ങനെയുള്ള ആൾക്കാരെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ അത് മാത്രമല്ല, എനിക്കൊരു ഉടുപ്പൊന്നും ആയിട്ടില്ല, വെറും ജുബയൊക്കെ ഇട്ടുകൊണ്ടുള്ള ആ ഒരു ബ്രദറായിരുന്ന സമയത്താണ്. അപ്പോൾ വട്ടാലച്ചെന്ന് കയറി എല്ലാം ഒരുക്കിയതിന് ശേഷം പിന്നെ ഞാൻ കയറുകയാണ്, കുറച്ച് സമാധാനമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ തമാശയാണ്. അപ്പോൾ പറഞ്ഞാൽ ബ്രദറെ കയറാൻ ഈശോ പറയുന്നുണ്ടെന്ന്. ഞാൻ പറയാം, എൻ്റെ അച്ഛൻ ഞാനൊന്നും ഒരുങ്ങിയിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാനൊരു വചനപ്രഘോഷം നടത്തിയിട്ടില്ല. ആകെ കുട്ടികൾക്കുള്ള എന്തെങ്കിലും ക്യാമ്പോ കാര്യങ്ങളോ നടത്തിയെന്നുള്ളതല്ലാതെ അല്ല ധ്യാനിപ്പിച്ച് യാതൊരു മുൻ പരിചയമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ അങ്ങനെയാണ് ഇച്ചു നേരത്തെങ്കിലും എന്നത് പറയാൻ പാടില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്നോട് ഇപ്പോഴാണ് പറഞ്ഞെന്ന് പറഞ്ഞ്. എൻ്റെ സഹോദരങ്ങളെ, എനിക്ക് ബൈബിൾ പോലും മുറിയിൽ വെച്ചിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് അച്ഛനോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്തിനെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്? എന്തെങ്കിലും അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ച് പറയാമെന്ന് ചോദിച്ചു. എൻ്റെ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലച്ചൻ ആൾക്കാരെ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചു. എന്നിട്ട് കണ്ണ് നടന്നു പറഞ്ഞു, ബ്രദറെ, എടുക്കേണ്ട വിഷയം ഇതാണ്: അനുഗ്രഹങ്ങളിൽ മതിമറന്ന് ദൈവത്തെ മറക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ മംഗളന പള്ളിയിൽ ലിറ്ററൽ പറഞ്ഞാൽ അതുപോലെ കരഞ്ഞു. മംഗളന പള്ളിയിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യം എടുത്ത വചനപ്രഘോഷത്തിൻ്റെ വിഷയം ഇതാണ്: അനുഗ്രഹങ്ങൾ മതിമറന്ന് ദൈവത്തെ മറക്കരുത്. സ്ഥലം മംഗളന പള്ളി. ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, ഞാൻ ഇങ്ങനെയൊരു വിഷയം ഒരുങ്ങിയിരിക്കുന്നവരും എനിക്കും പരിശുദ്ധാത്മാവിനും അല്ലാതെ ലോകത്തൊരു വ്യക്തിക്ക് പോലും അറിയത്തില്ല. ഞാൻ ധ്യാന കേന്ദ്രത്തിൽ വന്നിട്ട് ദിവസം 2 ഞാൻ വട്ടാച്ചനോട് പോയി ഞാൻ ഇങ്ങനെ ക്ലാസ് ഒരുങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എങ്ങനെ നോട്ടിരിക്കുന്ന കാര്യം വട്ടാച്ചൻ അറിയത്തില്ല. നോക്ക്, 3 വർഷം മുമ്പ് ബൈബിള് വായിക്കുമ്പോൾ ദൈവം നൽകിയ ഒരു ഇൻസൈറ്റിന്റെ പുറകിൽ 3 വർഷങ്ങൾക്ക് ശേഷം അത് സ്വീകരിക്കാനിരിക്കുന്ന ഒരു ദൈവജനത്തെ കർത്താവ് ഒരുക്കി നിർത്തിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട അപ്പച്ച, പ്രിയപ്പെട്ട അമ്മച്ചി, പ്രിയപ്പെട്ട ദൈവവൈതലേ, ദൈവം നമുക്കൊരു വചനം ഇന്ന് തരുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരു ജനവും കൂടി ഉണ്ടെന്ന് മറക്കരുത്. നമുക്ക് വേണ്ടിയാണ് വചനം തരുന്നത്, ഡെഫിനറ്റ് സംശയമില്ല. അത് മാത്രമല്ല, ഭാവിയിൽ ഉപദേശം തേടി വരുന്ന ഒരാളുണ്ടാവും. ഭാവിയിൽ ഉപദേശം തേടി വരുന്ന മക്കള്, പേരക്കിടാങ്ങള്, ഭാവിയിൽ നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരുപാട് ജനങ്ങള്, ചിലപ്പോൾ നമ്മുടെ സംസാരം വഴിയായിരിക്കാം, ചിലപ്പോൾ ഒരു വിഷമം പറയുമ്പോഴായിരിക്കാം. അവർക്ക് വേണ്ടി കൂടി ഇന്നേ വചനം നിറയ്ക്കുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, ദൈവത്തിൻ്റെ വലിയൊരു ദൂതാണ്. പല പ്രാവശ്യം ഈ പ്രഭാഷകന്റെ പുസ്തകത്തിൻ്റെ വചനം എടുത്ത് വായിക്കണം. എന്നിട്ട് എൻ്റെ സഹോദരങ്ങളെ, കിട്ടുന്നിടത്തോളം വചനം സംഭരിച്ച് വെച്ചുകൊണ്ടിരിക്കണം. കാരണം ക്ഷാമകാലം വരുമ്പോ അന്ന് താങ്ങി നിർത്തണ്ടേ. ഭൗതിക തലത്തിൽ നമ്മൾ സംഭരിക്കുന്ന പോലെ തന്നെ ആത്മീയ തലത്തിലും. അതുകൊണ്ട് കർത്താവ് ഒരു പ്രത്യേക കൃപ അതിന് ഇന്നത്തെ ആരാധനയിൽ നമുക്ക് തരും. യെശയ്യാ പ്രവചനത്തിൽ 34-ാമത്തെ അധ്യായത്തിൽ 16-ാം തിരുവചനം, കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക, തെരഞ്ഞു പിടിച്ച് വായിക്കുക, ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല. എന്തെന്നാൽ കർത്താവിൻ്റെ അധരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവ ഒരുമിച്ച് ചേർക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ, വചനത്തിൽ കണ്ടുപിടിച്ച് തെരഞ്ഞു പിടിച്ച് വചനം വായിക്കാൻ പഠിക്കാൻ കർത്താവ് എല്ലാം വചനത്തിലുണ്ട്. കർത്താവ് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവുണ്ട്. കർത്താവ് അതിനൊരു കൃപ ചൊരിയണേ. ഭാവി തലമുറയ്ക്ക് വേണ്ടി ഇന്നേ സംഭരിക്കാൻ കൃപ നൽകണമേ. കർത്താവിന് സന്നദ്ധയിൽ പ്രാർത്ഥിക്കാൻ ദൈവം ഒരു വലിയ കൃപ നൽകി അനുഗ്രഹിക്കും. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവായ ദൈവമേ, വചനം പഠിക്കാൻ, വചനം ഓർത്തിരിക്കാനുള്ള എല്ലാ മേഖലകളും ദൈവകൃപ വ്യാപരിക്കട്ടെ. നല്ല തടസ്സങ്ങളെല്ലാം വിട്ടുമാറട്ടെ. കർത്താവെ, റെഗുലറായിട്ട് വചനം നിറച്ച് കൊണ്ടുപോകാൻ തക്കവിധം കർത്താവ് ജീവിതത്തിന്റെ ഭാഗമാക്കി വലിയൊരു കൃപ കൊണ്ട് ഇവരെ ഓരോരുത്തരും നിറയ്ക്കണമേ. ആഗ്രഹിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നവരെ കൊടുക്കുന്ന കർത്താവേ, അത്ഭുതകരമായി വാരി വിതരണമേ. കൈകൾ ഉയർത്തി വിളിക്കുന്ന ദൈവവചനമേ, ഒഴുകി വന്നിടൂ. ആഗ്രഹത്തിനകത്ത് സ്വരം ഉയർത്തി വിളിക്കുന്നു ദൈവവചനമേ, നീർപ്രവാഹമാ ഒഴുകി